Hello everyone. നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിട്ട് വേറൊരു ട്രെയിൻ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഏതൊക്കെ ട്രെയിനിന് എവിടെയൊക്കെ പിടിച്ചിടണം, എന്നിട്ട് ഏതൊക്കെ ട്രെയിൻസിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇത്തരം ഡിസിഷൻസ് എടുക്കാനുള്ള പവറുള്ള ഒരു പ്രൊഫൈലിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, റെയിൽവേയിലെ ജോബ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നത് ഒരു സ്റ്റേഷൻ മാസ്റ്ററിന്റെ ജോബ് തന്നെയാണ്. എന്നാൽ സ്റ്റേഷൻ മാസ്റ്ററുടെ ജോബിനേക്കാളും പവറുള്ള, നല്ല സാലറി ഉള്ള ഒരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ കൺട്രോളർ ഇൻ റെയിൽവേസ് എന്ന ജോബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇത് പറയാനുള്ള റീസൺ വേറൊന്നുമല്ല, നമുക്ക് ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ എക്സാമിന് പഠിച്ചു തുടങ്ങാനും എക്സാമിന് അപ്ലൈ ചെയ്യാനും ഒക്കെയുള്ള കറക്റ്റ് സമയം. അപ്പോൾ എത്ര വേക്കൻസീസ് ആണ് ഇതിൽ വരുന്നത്, ആർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാം, ഏത് പ്രായപരിധിയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വന്ന നോട്ടിഫിക്കേഷൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ. സോ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് റിലീസ് ആയിട്ടേ ഉള്ളൂ. സെക്ഷൻ കൺട്രോളർ ഇൻ RRB, അത് അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേസിലെ സെക്ഷൻ കൺട്രോളർ എന്നാണ് ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ പേര്. സോ ഇവിടെ വന്നിരിക്കുന്ന ഇത്തവണത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം 119 വേക്കൻസീസ് ആണ് ഈ ഒരു ജോബ് പ്രൊഫൈലിൽ ഇത്തവണ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബേസിക് പേ ആയിട്ട് വരുന്നത് 35,000 റുപ്പീസ് ആണ്, 35,400 റുപ്പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല നിങ്ങളുടെ സാലറി. ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ വരുന്നുണ്ട്. ഡിയോനസ് അലവൻസ് വരും, HRA വരും, പിന്നെ സെക്ഷൻ കൺട്രോളർ ആയതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ സ്പെഷ്യൽ അലവൻസും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അലവൻസുകൾ ചെയ്ത് വളരെ നല്ല സാലറി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ബാക്കി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എപ്പോൾ തൊട്ട് എപ്പോൾ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. സോ പ്ലീസ് റിമെമ്പർ, ഈ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പം ആക്റ്റീവ് ആണ്. ജൂലൈ 15-ാം തീയതി മുതൽ ഓഗസ്റ്റ് 14-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിൽ നിങ്ങൾ rrbapply.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് അടക്കം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീ പേയ്മെൻറ്റും ഓൺലൈനായിട്ട് തന്നെ നടത്താവുന്നതാണ്. ഫീ പേയ്മെൻറ്റിനുള്ള അവസാന തീയതി 16 ഓഗസ്റ്റ് ആണ്. അതിനുശേഷം ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആകും. വീണ്ടും ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകും. സോ ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ പ്ലീസ് അങ്ങനെ അതിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് എന്തെങ്കിലും നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് ടെൻഷൻ ആയിരിക്കും, റിജക്റ്റ് ആയി പോകുമെന്ന്. സോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സമയമെടുത്ത് വളരെ കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും ആക്യുറേറ്റ് ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് സ്ക്രൈബിനെ വെച്ചിട്ടും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 27 to 31 ഓഗസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആരാണ് ഒരു സെക്ഷൻ കൺട്രോളർ എന്നാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇങ്ങനെ ഓരോ ട്രെയിൻസും ഇങ്ങനെ റെയിൽവേ ട്രാക്സിലൂടെ പോകുന്ന സമയത്ത് ഏത് ട്രെയിൻ എപ്പോൾ പോകണം, മറ്റൊരു ട്രെയിൻ ആ ഗ്യാപ്പിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏതിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഇത്തരത്തിൽ ട്രെയിൻ മൂവ്മെൻറ്റ്സിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രൊഫൈലാണ് ഈ ഒരു റെയിൽവേയിലെ സെക്ഷൻ കൺട്രോൾ ുടേത്. ഓക്കെ, സോ ബേസിക്കലി ഇവരിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ട്രെയിൻസിന്റെ ഓപ്പറേഷൻ ത്രൂ ഔട്ട് വളരെ സേഫ് ആൻഡ് സ്മൂത്ത് ആയിട്ട് നടക്കുക. അതായത് വലിയ ഡിലേസ് ഇല്ലാതെ, ലാഗുകൾ ഇല്ലാതെ, മാക്സിമം കറക്റ്റ് സമയത്ത് തന്നെ എല്ലാ ട്രെയിൻസിനെയും അതിൻ്റെ ഡെസ്റ്റിനേഷൻസിലേക്ക് ചേർക്കാനായിട്ടുള്ള കോർഡിനേഷൻ സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ കൺട്രോളറുടെ ജോലി. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇൻസ്ട്രക്ഷൻസ് ഇവർ ലോക്കോ പൈലറ്റ്സിനെ അറിയിക്കും, സ്റ്റേഷൻ മാസ്റ്റേഴ്സിനെ അറിയിക്കും. ഇതുപോലെ അല്ലെങ്കിൽ കൺട്രോൾ ഓഫീസസുകളിലേക്ക് ഇവരുടെ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇവർ കൈമാറും. സോ ആസ് എ റിസൾട്ട്, ആസ് എ ടീം ഇവർ കൊടുക്കുന്ന ഡിറക്ഷൻസ് അനുസരിച്ചിട്ടാണ് ലോക്കോ പൈലറ്റ്സും സ്റ്റേഷൻ മാസ്റ്റേഴ്സും ഒക്കെ വർക്ക് ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് ആക്ച്വലി ഇവിടെ എനേബിൾ ചെയ്ത് കിട്ടുന്നത്.
ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ഒരു സെക്ഷൻ കൺട്രോളറുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ സ്ഥിരമായിട്ടും ട്രെയിൻസിൻ്റെ ഒക്കെ റണ്ണിങ് ടൈം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് റിയൽ ടൈം ആയിട്ട് ഏത് ട്രെയിൻ എവിടെ എത്തി, ഈ മറ്റേ ട്രെയിൻ ഇപ്പോൾ എത്ര സമയം കൊണ്ട് എത്തും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത് ഇവരുടെ ജോലിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇൻ കേസ് എന്തെങ്കിലും എക്സെപ്ഷണൽ കേസസിൽ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അന്നേരവും ഓപ്പറേഷൻസ് ഹെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് ഈ സെക്ഷൻ കൺട്രോളർ ആയിരിക്കും. സോ ഒരു സെക്ഷൻ കൺട്രോളറിന്റെ കീഴിൽ ഒരു സെക്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ സെക്ഷൻ്റെ ഉള്ളിൽ തന്നെ പല റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഏരിയയിലുള്ള ഓപ്പറേഷൻസ് മുഴുവൻ നോക്കുന്നത് ഈ സെക്ഷൻ കൺട്രോളർ ആയിരിക്കും. അങ്ങനെ അതുപോലെ മൾട്ടിപ്പിൾ സെക്ഷൻസ് ഉണ്ടാകും. സോ അവരെല്ലാം അവരവരുടെ സെക്ഷന് കീഴിൽ വരുന്ന പല റെയിൽവേ സ്റ്റേഷൻസിന്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻസ് കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത് എന്ന് എൻഷുർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സെക്ഷൻ കൺട്രോളറുടെ ജോലിയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ കരിയർ ഗ്രോത്തും ബാക്കിയുള്ള ഡീറ്റെയിൽസുമാണ്. സോ അപ്പോൾ ഇവിടെ നോക്കുക, ഈ ജോലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, റെയിൽവേ എപ്പോഴെങ്കിലും അടച്ചിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെ ഫുൾ ടൈം ആക്റ്റീവ് ആണ്. സോ ആസ് എ റിസൾട്ട് ഇത് ഷിഫ്റ്റ് കൂടി വരുന്ന ടൈപ്പ് ഓഫ് ഒരു ജോലിയാണ്. അതായത് നിങ്ങൾ ഷിഫ്റ്റുകളിലായിരിക്കും ജോലി ചെയ്യേണ്ടി വരുന്നത്. സോ ആസ് എ റിസൾട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഷിഫ്റ്റിൽ ജോലി എടുക്കേണ്ടതായിട്ട് വരും. ചില കേസസിൽ പബ്ലിക് ഹോളിഡേയ്സിലും റെയിൽവേ സ്റ്റേഷൻസിന് ലീവില്ലല്ലോ. സോ ആസ് എ റിസൾട്ട് അന്നേരവും നിങ്ങൾക്ക് ജോലി എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ അതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കോമ്പൻസേഷൻ കിട്ടും. എല്ലാ നാഷണൽ ഹോളിഡേയ്സിലും നിങ്ങൾ വർക്ക് ചെയ്യണമെന്നല്ല അതിൻ്റെ മീനിങ്. നിങ്ങളുടെ ടീമുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് റൊട്ടേഷനിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ലീവ്സ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് പറയുകയാണ്. സോ അപ്പോൾ ഇവിടെ ഇങ്ങനെ കൺട്രോൾ സിസ്റ്റംസ് നോക്കിയിട്ട് ട്രെയിൻസിൻ്റെ റിയൽ ടൈം ഡേറ്റ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യം മാത്രമല്ല, ഇതിൻ്റെയൊക്കെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതും, അതായത് ഇതിൻ്റെയൊക്കെ ലോഗുകൾ കറക്റ്റായിട്ട് വെക്കുക തുടങ്ങിയിട്ടുള്ള ഡ്യൂട്ടിയും ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ജോലിയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്കൊക്കെ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. സോ പ്ലീസ് റിമെമ്പർ, ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഗ്രാജുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയാണ്. അത് ഏത് വിഷയത്തിൽ ഡിഗ്രി എന്നൊന്നും പറയുന്നില്ല. ഇറ്റ് ക്യാൻ ബി ഗ്രാജുവേഷൻ ഫ്രം എനി ഫീൽഡ്, പക്ഷേ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, സോ പിന്നെ ഒരു കാര്യം, ഫൈനൽ റിസൾട്ട്സിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും ചോദിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഫൈനൽ റിസൾട്ട്സിന് വെയിറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിഗ്രി ഓഗസ്റ്റ് 14 മുമ്പ് നിങ്ങളുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സോഫ്റ്റ് കോപ്പി സർട്ടിഫിക്കറ്റ് ആയിട്ടെങ്കിലും കിട്ടിയിട്ടുണ്ടാകണം. അങ്ങനെയുള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് ആണ്. സോ 20 വയസ്സിനും 33 വയസ്സിനും ഇടയിലും പ്രായമുള്ള ആൾക്കാർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ റെയിൽവേയുടെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് rrbapply.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അവിടെ നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻറ്റർ ചെയ്യുന്നുണ്ടാവും. സോ അത് വെച്ചിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ആ പ്രൊഫൈലിൽ തന്നെ നിങ്ങളുടെ ഏജ് എത്രയാണെന്ന് കാണിക്കുന്നുണ്ടാകും. അപ്പോൾ അതിൽ 33 years and 10 days എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1st July 2026 വരെ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ജൂലൈ 2 93ക്ക് ശേഷം ജനിച്ചവർക്ക് മാത്രമാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ അതിൻ്റെ ഡേറ്റ് ജസ്റ്റ് എഴുതാം. 93 ജൂലൈ 2 ശേഷം ജനിച്ചവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ, കാരണം അപ്പർ ഏജ് ലിമിറ്റ് ഇവിടെ 33 years ആണ്. പിന്നെ ലോവർ ഏജ് ലിമിറ്റ് 20 years ആണ്. അത് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ 20 years ആകും. ഓക്കെ, അപ്പോൾ അതിൽ ഇഷ്യൂ ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു റിലാക്സ്ഡ് കാറ്റഗറിയിൽ നിന്നുള്ള ആളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു നിങ്ങൾ ഒരു SC ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ +5 years റിലാക്സേഷൻ കിട്ടി. 33 + 5 38 years വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ OBCയുടെ നോൺ ക്രീമി ലെയറിൽ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് +3 years ഏജ് റിലാക്സേഷൻ കിട്ടി. നിങ്ങൾക്ക് ഇവിടെ 36 വരെ ഇയേഴ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നൗ റിമെമ്പർ, ഇത് EWS അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ളവർക്കും അൺറിസർവ്ഡ് കാറ്റഗറിക്കും വരുന്ന ഏജ് ലിമിറ്റ് ആണ് ഇവിടെ 33 years എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പർ ഏജ് ലിമിറ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന കാര്യം. ഇനി നോക്കുക,
പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. സോ നോർമലി ഏജ് റിലാക്സേഷൻ്റെ കേസിൽ ഡിസബിലിറ്റീസ് പറ്റുന്ന ടൈപ്പ് ഓഫ് ജോബ് പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ നോർമലി അപ് ടു 15 ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പേഴ്സൺ വിത്ത് ഫിസിക്കൽ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്കിവിടെ 10 ഇയേഴ്സ് ലഭിക്കും. അതേസമയം നിങ്ങൾ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അതിൻ്റെ കൂടെ ഒരു OBC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10+3 13 ഇയേഴ്സ് റിലാക്സേഷൻ ലഭിക്കും. അതേപോലെ PWBD പ്ലസ് SC ഓർ ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 10+5 15 ഇയേഴ്സിൻ്റെ റിലാക്സേഷൻ ലഭിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലാക്സേഷൻ ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എക്സ് സർവീസ്മെൻറ്റിൻ്റെ ഏജ് റിലാക്സേഷനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അതായത് എല്ലാ എക്സ് സർവീസ്മെൻറ്റിനും ഒരുപോലെയല്ല, നിങ്ങളുടെ സർവീസിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിൽ ചോദിച്ചാൽ മതി, അതിൻ്റെ ലിങ്ക് തരാം. ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ. ഇനി റെയിൽവേയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആയിട്ടുള്ളവർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതും നോട്ടിഫിക്കേഷനിൽ പറയുന്ന പോലെയാണ്. അപ്പോൾ ഇതാണ് പൊതുവേ പറയുന്ന ഏജ് റിലാക്സേഷൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെലക്ഷൻ പ്രോസസ്സാണ്. സോ റെയിൽവേയിലെ മറ്റ് എക്സാംസ് പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ ഒരു എക്സാമിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് CBT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഇതെല്ലാത്തിലും സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. സോ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു CBAT എന്ന് പറയുന്ന എക്സാമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ CBAT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. സോ CBTനേക്കാളും കുറച്ചും കൂടെ ടഫറാണ് CBAT. ഇവിടെ കൂടുതലും നമ്മുടെ സൈക്കോമെട്രിക് അനാലിസിസ് പോലെ, അതായത് നമ്മുടെ ഡിറക്ഷൻ കേപ്പബിലിറ്റി, നമ്മുടെ സ്പേഷ്യൽ എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, അത്തരത്തിലുള്ള സ്കിൽസ് ആയിരിക്കും കൂടുതൽ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഈ CBT ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ CBAT കഴിഞ്ഞ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ പ്ലീസ് റിമെമ്പർ, ഇത് ഭയങ്കര ഫിസിക്കൽ ആക്ടിവിറ്റീസ് റിക്വയർമെൻറ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ജോബ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത്ര മീറ്റർ ഓടണം, ഇത്ര ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. പക്ഷേ ഇതിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ എക്സാമിനേഷനിൽ നിങ്ങളുടെ ഐ പവർ ഭയങ്കര കാര്യമായിട്ട് ചെക്ക് ചെയ്യും. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചില പോസ്റ്റുകൾക്ക് ലാസിക് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന്. ഇത് അത്തരത്തിലുള്ള ഒരു എക്സാമിനേഷനാണ്. അതായത് ഹൈലി ഫങ്ഷണൽ ആയിട്ടുള്ള വിഷ്വൽ അക്യൂറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. സ്പെക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ആദ്യം തന്നെ പറയാം. പിന്നെ ലാസിക് സർജറി ഒക്കെ ചെയ്തവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ CBT ഫസ്റ്റത്തെ എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. സോ 120 മിനിറ്റ്, അതായത് 2 മണിക്കൂറാണ് എക്സാമിനേഷൻ. 100 മാർക്കിലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. സോ അപ്പോൾ ഇവിടെ മാത്സിൽ നിന്നും 60 ക്വസ്റ്റ്യൻ, ലോജിക്കൽ എബിലിറ്റി 20 ക്വസ്റ്റ്യൻസ്, മെൻ്റൽ റീസണിങ് ഇവിടെ 20 ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അതിനുശേഷം റെയിൽവേയുടെ എക്സാമിനേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അവിടെ ഇംഗ്ലീഷ് എന്തായാലും വരില്ല, ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റേ വരുന്നില്ല. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ടോട്ടലി 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലൊരു ക്വസ്റ്റിന് 1 മാർക്ക് വീതമാണ് നോർമലി വരുന്നത്. പക്ഷേ നിങ്ങൾ തെറ്റിച്ചാൽ 1/3 നെഗറ്റീവ് മാർക്കിംഗ് വരും. അപ്പോൾ ഇത് CBT 1ൻ്റെ എക്സാം പാറ്റേൺ ആണ്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നത് CBAT ആണ്. അപ്പോൾ CBT എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചറിലുള്ള എക്സാം ആണ്. അതായത് ഇത് ക്ലിയർ ചെയ്താലാണ് നിങ്ങൾക്ക് CBATയിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്ന സമയത്ത് കൂടുതലും നിങ്ങളുടെ മാർക്സ് ഡിസൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ CBAT ആയിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എത്ര വേക്കൻസീസ് ആണോ ഉള്ളത് അതിൻ്റെ 8 ടൈംസ് ഓഫ് ആൾക്കാരെയാണ് CBATയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ എഴുതാം. ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ. സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് CBAT എന്ന് പറയുന്നത് ഇത്രയും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. സോ അതിൽ എനിക്ക് തോന്നുന്നു 5 or 6 ടെസ്റ്റ് ബാറ്ററീസ് ആണ് വരുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അതിനകത്ത് എല്ലാത്തിലും 42 എന്ന് പറയുന്ന സ്കോറെങ്കിലും കിട്ടിയാലാണ് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് എലിജിബിൾ ആവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസ് അല്ലെങ്കിൽ എങ്ങനെ സ്റ്റഡി പ്ലാൻ ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് അവൈലബിൾ ആണ്. സോ അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആ എക്സാം നിങ്ങൾക്ക് ആക്ച്വലി ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ സ്റ്റഡി പ്ലാനിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി.
ഓക്കെ. ഇനി അടുത്തത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. സോ പ്ലീസ് റിമെമ്പർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണ്. A2 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എ കാറ്റഗറിയിൽ വരുന്ന എല്ലാ മെഡിക്കൽ സ്റ്റാൻഡേർഡും അത്യാവശ്യം നല്ല ഹൈ ലെവലിലുള്ള മെഡിക്കൽ ലെവലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പോൾ ഇവിടെ നല്ല ഡിസ്റ്റൻറ്റ് വിഷനും നിയർ വിഷനും ഉണ്ടാവണം. എന്ന് വെച്ചാൽ ഷോർട്ട് സൈറ്റ് ഉണ്ടാവാൻ പാടില്ല, ലോങ് സൈറ്റ് ഉണ്ടാവാൻ പാടില്ല. നോർമൽ കളർ വിഷൻ, കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബൈനോക്കുലർ വിഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ നേരെ കറക്റ്റായിട്ട് രണ്ട് കണ്ണും ഒരേപോലെ ഒരേ പ്ലേസിലേക്ക് നിൽക്കണം. നൈറ്റ് വിഷൻ, പിന്നെ മയോപിക് വിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് സൈറ്റ് ഉണ്ടോ എന്നുള്ളതിൻ്റെ ടെസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ അവർ നോക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ലാസിക് ഓർ കറക്റ്റീവ് ഐ സർജറി ഇസ് നോട്ട് പെർമിറ്റഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും ലാസിക് സർജറി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജോലിക്ക് എലിജിബിൾ ആയിരിക്കില്ല. അത് ഞാൻ ആദ്യമേ പറയട്ടെ. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്തായാലും മെഡിക്കലിൽ അത് അവർ കണ്ടുപിടിക്കും, പുറത്താകും. സോ അങ്ങനെയല്ലാതെ സ്പെക്സ് യൂസ് ചെയ്യാതെ ക്ലിയർ വിഷൻ ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഇനി ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഫീസിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നോർമലി 500 റുപ്പീസ് ആണ് നമുക്കിവിടെ ഫീസായിട്ട് വരുന്നത്. അത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിനാണ്. അതേസമയം റിസർവ്ഡ് കാറ്റഗറീസിൽ, അപ്പോൾ റിസർവ്ഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ SC ST, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, എക്സ് സർവീസ്മെൻ, മൈനോറിറ്റി, EBC. ഇതിൽ EWS അല്ല EBC ആണ് വരുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ളവർക്ക് 250 റുപ്പീസ് ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ 500 റുപ്പീസ് കൊടുത്ത ആ 500 റുപ്പീസും അവിടേക്ക് പോകുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എക്സാമിന് അപ്പിയർ ചെയ്യണം എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അടച്ച 500 റുപ്പീസിൽ നിന്നും 400 റുപ്പീസ് നിങ്ങൾക്ക് തിരിച്ച് അക്കൗണ്ടിലേക്ക് വരും. 100 റുപ്പീസ് മാത്രമാണ് ട്രാൻസാക്ഷണൽ ചാർജസ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോപ്പർ ഇത് നടത്താൻ വേണ്ടിയിട്ടുള്ള കൺവീനിയൻസ് ചാർജ് ആയിട്ട് എടുക്കുന്നത്. ഇനി അതേസമയം റിസർവ്ഡ് കാറ്റഗറീസിൽ നോക്കുകയാണെങ്കിൽ 250 റുപ്പീസിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് നിങ്ങൾ അപ്ലൈ ചെയ്ത് എക്സാമിന് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫുൾ 250 റുപ്പീസും നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാർ വെരിഫിക്കേഷനാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആധാർ വെരിഫൈ ചെയ്ത് കഴിയുമ്പം ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇത് തന്നെയല്ലേ എന്ന് അവർ നമ്മളോട് ചോദിക്കും. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ അടയ്ക്കുന്ന പൈസ ക്രെഡിറ്റ് ആവും. ബാക്കി പൈസ ക്രെഡിറ്റ് ആവും. കണ്ടീഷൻ നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യണം. അപ്പിയർ ചെയ്തില്ലെങ്കിൽ ആ പൈസ കിട്ടില്ല. ഓക്കെ. അപ്പിയർ ചെയ്യുന്നവർക്ക് മാത്രമാണ് തിരിച്ചു വരുന്നുള്ളൂ പൈസ. ഓക്കെ. ഇനി എങ്ങനെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ വെബ്സൈറ്റിൻ്റെ പേര് rrbapply.gov.in എന്ന് പറയുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും നമ്മൾ ചെയ്യാം. എല്ലാ സ്റ്റെപ്പും ഗൈഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യാം. ഇതിനു മുമ്പ് ഏതൊക്കെയോ എക്സാംസിൻ്റെ വീഡിയോസ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ റെയിൽവേയുടെ ഏത് എക്സാമിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒരു 1 ടൈം രജിസ്ട്രേഷൻ നടത്തണം. അവിടെ നമ്മളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, പിന്നെ നമ്മുടെ ആധാർ നമ്പർ, ഈ സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അത് ചെയ്താലാണ് റെയിൽവേയുടെ ഏത് എക്സാമും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്ലീസ് റിമെമ്പർ, ഈ 1 ടൈം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡേറ്റയാണോ കൊടുക്കുന്നത് ആ ഡേറ്റ തന്നെയായിരിക്കും ബാക്കിയുള്ള എല്ലാ എക്സാമിലും വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ പിന്നെ നിങ്ങൾ വേറെ ഇമെയിൽ ID നിന്ന് വേറെ മൊബൈൽ നമ്പർ ഒക്കെ എടുത്തിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ 1 ടൈം രജിസ്ട്രേഷനിൽ കൊടുക്കുന്ന ഡേറ്റ എഡിറ്റ് ചെയ്യാൻ പിന്നെ ഒരു തവണ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കൊടുക്കണം. ഓക്കെ. അതിനുശേഷം ഇപ്പം നമുക്ക് ഫോട്ടോഗ്രാഫ്സ് ഒന്നും അപ്ലോഡ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഒക്കെ ലൈവായിട്ട് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ലൈവ് ഫോട്ടോ ക്യാപ്ചറാണ് ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഉണ്ടാവുക. പക്ഷേ സിഗ്നേച്ചർ ലൈവായിട്ട് ഇടണ്ട, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്താൽ മതി. എന്നിട്ട് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ സ്റ്റെപ്സ് വെച്ചിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്നാണ്. സോ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇതൊന്നും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഫോട്ടോ അതിൽ സിസ്റ്റം ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യും. സിഗ്നേച്ചർ നിങ്ങൾ എന്തായാലും കൊടുക്കണം. നിങ്ങളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്, ചില കേസസിൽ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ചോദിക്കും, പക്ഷേ സർട്ടിഫിക്കറ്റ് അങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് അങ്ങനെ പറഞ്ഞ് കാണാറില്ല. ഇനി നെക്സ്റ്റ് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണോ അതിൻ്റെ നമ്പേഴ്സ് ആയിരിക്കും ചോദിക്കുന്നത്. ഇനി കൂടുതൽ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ ഒറിജിനലായിട്ട് വെരിഫൈ ചെയ്യുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. അതിൽ
എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, അതായത് ഡിഗ്രി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ ഐ ഡി പ്രൂഫ് അല്ലെങ്കിൽ ആധാർ മതിയാകും. പിന്നെ നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറിയുടെ റിലാക്സേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നിങ്ങളുടെ ഏജ് പ്രൂഫായിട്ട് കൂടുതലും നമ്മുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. ഇനിയിപ്പം കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഉള്ള നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് നീഡഡ് ആണെങ്കിൽ, അപ്പോൾ ഇതൊക്കെയാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് സാധാരണ സബ്മിറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ്സും, അതായത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞത് CBAT നിന്ന് കൂടുതൽ സ്കോർ എന്നാണ്, അല്ല CBT നിന്നാണ് കൂടുതൽ സ്കോർ കേട്ടോ, മാറിപ്പോയതാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ലെവൽ എക്സാമിനേഷൻ CBTയും രണ്ടാമത്തത് CBAT ആണ്. സോ ഇവിടെ നമുക്ക് 70% വെയിറ്റേജ് CBTയിൽ നിന്നും 30% വെയിറ്റേജ് ആണ് CBATയിൽ നിന്നും വരുന്നത്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് കിട്ടുന്നത്. ഇതും കഴിഞ്ഞ് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ജോബും ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ജോലി ചെയ്യാൻ പോകില്ല, നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ട്രെയിനിങ് വരുന്നുണ്ട്. സോ അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടാകും. അതിൻ്റെ സമയം വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. സോ ഈ ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും നിങ്ങൾ ആക്ച്വൽ സെക്ഷൻ കൺട്രോളറായിട്ട് ജോലിയിലേക്ക് കയറുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കരിയർ ഗ്രോത്തും കൂടെ ഞാൻ ജസ്റ്റ് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി ചീഫ് കൺട്രോളർ ആകാം, ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഓഫീസർ ആകാം. അങ്ങനെയുള്ള ഹയർ, വളരെ സുപ്പീരിയർ ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് നിങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കും. ആൻഡ് പ്ലീസ് റിമെമ്പർ, ഇത് കൂടുതലും സൂപ്പർവൈസറി റോൾസ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ ഹയർ സൂപ്പർവൈസറി റോളുകളിലേക്കായിരിക്കും നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരെ പറഞ്ഞത് 119 വേക്കൻസീസ് ആണുള്ളത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടാം. ഗ്രാജുവേഷൻ മാൻഡേറ്ററി ആണ്, ഡിഗ്രി ഉള്ളവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 35,400 റുപ്പീസ് ബേസിക് പേ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ ഇൻഹാൻസ് സാലറി ഏകദേശം 45,000 പ്ലസ് ആണ് ഇൻഹാൻസ് സാലറി വരുന്നുണ്ടാവുക. ഓക്കെ, സോ 50,000 ഒക്കെ മുകളിലേക്ക് ചില കേസുകളിൽ പോവാറുണ്ട്. സെലക്ഷൻ്റെ സ്റ്റേജസ് ഞാൻ പറഞ്ഞു, CBT ഉണ്ട്, CBAT ഉണ്ട്, അത് കഴിഞ്ഞ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുമാണ്. സോ പ്ലീസ് എല്ലാവരും നമ്മുടെ ലാസ്റ്റ് ഡേറ്റിന് മുൻപ് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി വളരെ കൃത്യമായി മെറ്റിക്കുലസ്ലി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ നമുക്കുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആരും മറക്കണ്ട. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 14 തീയതിയാണ്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കൃത്യമായിട്ട് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പഠിച്ചും തുടങ്ങുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ക്ലാസ്സസിനെ പറ്റിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാറ്റഗറി റിലേറ്റഡോ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ നമ്മളെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ടോപ്പിക്സ് ഇനിയും കാണാനായിട്ട് നമ്മുടെ വീഡിയോസ് മിസ് ഔട്ട് ആയി പോവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വീഡിയോയുടെ താഴെ കോമെൻറ്റ്സിൽ സജഷനായിട്ട് ഇട്ടാലും മതി. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.